പന്നി, കഴുത, പട്ടി ഈ 3 പേരുകളൊന്ന് മാറ്റണമെന്ന് വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഒരു ജീവിയെ പന്നി എന്ന് വിളിക്കാനായിട്ട് നമുക്കെന്താണ് അവകാശം ഇരിക്കുന്നത്? അല്ലെ ഒരു ജീവിയെ കഴുത എന്ന് വിളിക്കാൻ എന്താണ് അവകാശമുള്ളത്? അപ്പോൾ അതൊരു ഖേദകരമായൊരു കാര്യമാണ്. ഈ കുമാരനാശാൻ പാടിയതെന്താണ്? വീണപൂവിനെ കണ്ടുകൊണ്ട് ഒന്നല്ലി നാമായി സഹോദരല്ലി പൂവേ ഒന്നല്ലി കയ്യിതു ചമച്ചത് നമ്മയെല്ലാം. അതായത് നമ്മളെ ഒരേ കരങ്ങളാണ് ചമച്ചത്, സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ സഹോദരനാണെന്നാണ് പാടിയത്. അപ്പോൾ ആ കണക്കിന് ഈ പന്നിയും കഴുതയും പട്ടിയുമൊക്കെ നമ്മുടെ സഹോദര ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ അവരെ പിടിച്ച് നമ്മൾ ഈ ഇങ്ങനെ മോശപ്പെട്ട പേരുകൾ കൊടുത്ത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ പേരുകൾ മാത്രമാണ് മോശമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവനൊരു പന്നിയാണ്, അവനൊരു നായിൻ്റെ മോൻ, അല്ലെങ്കിൽ അവനൊരു കഴുത, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് അവനൊരു സിംഹമാണ് എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അവനൊരു എലിയാണ്, തുരപ്പൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചുരുക്കമായിട്ട്. അല്ലാതെ അവനൊരു കാളയാണ്, അല്ലെ അവനൊരു പോത്താണ്, പിന്നെ അവനൊരു കോഴിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ. കോഴി തിരക്കേടില്ലാത്ത പേരാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ പേരുകൾ ഒരു ജീവിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നമുക്കാർക്കും അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ പന്നിയുടെ പേര് നമുക്ക് വേണമെങ്കിൽ പിന്നെ പുഷ്പകുമാർ, നല്ലൊരു പേരല്ലേ, സൗന്ദര്യവുമുണ്ട്, നല്ല സുരഭില സുന്ദരമായൊരു പേര്. ഇനി കഴുതയ്ക്ക് നമുക്ക് കൊടുക്കാം ബുദ്ധികുമാർ, വളരെ ബുദ്ധിമാനായ ഒരാൾ. പിന്നെ പട്ടിക്ക് പിന്നെ സ്നേഹം കൂട്ടിയുള്ളൊരു പേര് കൊടുക്കാം, സ്നേഹപ്പാരയെന്നായിരിക്കട്ടെ. കാരണം ഇടയ്ക്ക് കടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ സ്നേഹമൊക്കെ ഉണ്ട്, ചിലപ്പോൾ പാരയും വെക്കും. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ പേരുമാറ്റത്തെപ്പറ്റി ഇപ്പം ഞാനിത് പറയാനുള്ളൊരു കാരണം, കഴിഞ്ഞ ദിവസം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒരു മുള്ളൻ പന്നിയെ അടിച്ചു കൊന്നു. അതിന് വനം വകുപ്പിനൊന്നും അറിയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെ അത് ശരിപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞ് അദ്ദേഹം അടിച്ച് ശരിപ്പെടുത്തി അതിനെ വടിയാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഈ മുള്ളൻ പന്നി കാട്ടിൽ ജീവിക്കണം, നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യണം? അതിനെ സഹർഷം സ്വാഗതം, അയ്യോ മുള്ളൻ പന്നി സാർ വരൂ, നിങ്ങളെ ഒന്ന് ആദരിക്കട്ടെ, നിങ്ങൾ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ രാജവെമ്പാല സാർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പൂവിട്ട് പൂജിച്ച് നമ്മൾ ആദരിച്ച് സൽക്കരിക്കുക. ഈ രീതിയിലേക്ക് പോകുന്ന ഒരു കാലം കേരളത്തിൽ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കാണത് മനസ്സിലാവുക. ഈ വന്യമൃഗങ്ങൾ വന്ന് മനുഷ്യരെ കൊല്ലുക, പക്ഷേ അതിന് കുഴപ്പമൊന്നുമില്ല, മനുഷ്യർ ചാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിലധികം വന്യമൃഗങ്ങൾ ഉണ്ടാവുക, എന്നിട്ട് അവ മനുഷ്യരെ ഉപദ്രവിക്കുക, അത് എന്നാലും നമ്മളത് സഹിച്ചുകൊള്ളണം. അതാണ് നിയമം. ആ നിയമം നടപ്പാക്കാനായിട്ടാണ് കേരളത്തിലൊരു വനം വകുപ്പ് ഉള്ളത്. അപ്പോൾ ഈ വനം വകുപ്പ് പിരിച്ചുവിടണമെന്നും പറഞ്ഞ് പണ്ടുകാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അത് പക്ഷേ യൂട്യൂബിൽ മാത്രമായതുകൊണ്ട് അത്രയധികം റീച്ച് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കേന്ദ്ര നിയമത്തിൻ്റെ മറവിലാണ് ഈ വനം വകുപ്പ് ഈ കിരാതകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ അന്യായമായിട്ടുള്ള കേസെടുക്കുക, അല്ല അന്യായമായിട്ടുള്ള ഈ വന്യജീവികൾ ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ തുരത്തി ഓടിക്കണം. അല്ലെങ്കിൽ തീരെ നമുക്ക് ജീവാപായം ഉണ്ടാവുമെങ്കിൽ അതിനെ കൊല്ലുകയോ ഒക്കെ ചെയ്യണം. എന്ന് മാത്രമല്ല വഴിവിട്ട് കണക്കിൽ കൂടുതൽ ഈ വന്യജീവികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ എൻവയൺമെൻറ്റിന് പറ്റിയല്ല, താങ്ങാനാവാത്ത അത്രയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെ കൊല്ലണം. അങ്ങനെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം അവയെല്ലാം വളർന്നുകൊള്ളട്ടെ, അവയെല്ലാം ആളുകളെ ഉപദ്രവിച്ചോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി. എനിക്ക് തോന്നുന്നത് ഈ ആളുകളെ എങ്ങനെയും ഈ ഇടുക്കി ജില്ല, വയനാട് ജില്ല ഇങ്ങനെയൊക്കെയുള്ള മലയോര പ്രദേശങ്ങളിൽ അവിടെയുള്ള മനുഷ്യരെ എങ്ങനെയും അവിടെ നാട്ടിപ്പായിക്കണം. ഒരുമിച്ചല്ല, ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ആകുമ്പം ക്രമേണ ആളുകൾ അവിടുന്ന് പോകും. അപ്പോൾ അങ്ങനെ ആ ചുരുങ്ങിയ വിലയ്ക്ക് എന്തെങ്കിലും സർക്കാർ അത് ഏറ്റെടുത്ത് അത് കാടായിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാഫിയയുടെ ഭാഗമാണ് ഈ വനം വകുപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് പൈസ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളിൽ എല്ലാം ഉണ്ട് എന്ന്. അപ്പോൾ എന്തായാലും ഈ വനം വകുപ്പിന് കേരളത്തിൻ്റേതാണ് വനം വകുപ്പ്, കേരളത്തിലെ നിയമങ്ങളാണ് അവർ നടപ്പാക്കേണ്ടത്. ഇപ്പോൾ കേന്ദ്ര നിയമം ഓഫ് കോഴ്സ് ആ നിയമം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് ആളുകൾക്ക് ഉപദ്രവകരമായ നിയമങ്ങൾ, ഇപ്പം മുള്ളംപന്നി അല്ലെ കാട്ടുപന്നി നാട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷിയും മൊത്തം നശിപ്പിക്കുക, നമുക്ക് ദ്രോഹകരമായ കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ? അപ്പോൾ അതിന് അനുകൂലമായ ഒരു കാര്യം അനുകൂലമായി ചെയ്യുന്നതല്ല, ഉപദ്രവകരമായി ചെയ്യാനാണ് ഈ വനം വകുപ്പൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അനാവശ്യമായ പ്രയോറിറ്റികൾ, മനുഷ്യൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മതി മൃഗങ്ങളുടെ കാര്യങ്ങൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.